ഹരി ഓം. ദശകം 42, ശ്ലോകം 6. കുമാരകസ്യാസ്യ പയോധരാർദ്ധിനഃ പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോ വിപര്യഗാദിദീശതേ പാലക ബാലകാ ജഗുഃ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. കുമാരകസ്യ അസ്യ, കുമാരകസ്യാസ്യ പയോധര അർദ്ധിനഃ, പയോധരാർദ്ധിനഃ, കുമാരകസ്യാസ്യ പയോധരാർദ്ധിനഃ പ്രരോദനേ ലോല പദ അംബുജ ആഹതം, പ്രരോദനേ ലോലപദാംബുജാഹതം, പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടം അനഹ, ദൃഷ്ടം അനഹ, ദൃഷ്ടമനോ, ദൃഷ്ടമനോ എന്ന് വായിക്കരുത്, ദൃഷ്ടം അനഹയാണ്. ദൃഷ്ടമനോ, 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 മായുടെ ഒരു ശകലം കേട്ടാൽ മതി, അല്ല ദൃഷ്ടമനോ അങ്ങനെ വായിക്കരുത്. മയാ ദൃഷ്ടമനോ വിപര്യഗാത് ഇതി ഈശ തേ പാലക ബാലകാഹ ജഗുഃ, ഇതീശ തേ പാലക ബാലകാഹ ജഗുഃ. ഇപ്പോൾ മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്ത് വായിക്കുമ്പം മയാ ദൃഷ്ടമനോ വിപര്യഗാദിദീശ തേ പാലക ബാലകാ ജഗുഃ. അല്ലെങ്കിൽ മയാ ദൃഷ്ടമനോ വിപര്യഗാത് ഇതീശ തേ പാലക ബാലകാ ജഗുഃ. ജഗുഃ, ജഗൂഹു എന്നില്ല, ജഗുഃ. കുമാരകസ്യാസ്യ വയോധരാർദ്ധിനഃ പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോ വിപര്യഗാദിദീശ തേ പാലക ബാലകാ ജഗുഃ. ശ്ലോകം 6 അന്വയവും അർത്ഥവും നോക്കാം. അന്വയം: ഹേ ഈശ, തേ പാലക ബാലകാഃ പയോധരാർദ്ധിനഃ അസ്യ കുമാരകസ്യ ലോലപദാംബുജാഹതം അനഹ വിപര്യഗാത് മയാ ദൃഷ്ടം ഇതി ജഗുഃ. ഹേ ഈശ, അല്ലയോ സർവേശ്വര, ഹേ സർവേശ്വര, തേ പാലക ബാലകാഃ, അങ്ങേക്കു കാവൽക്കാരായ ഇടയക്കുട്ടികൾ. അപ്പം യശോദ അടുക്കളയിലേക്ക് പോയി ഉറക്കിക്കിടത്തിയിട്ട് അടുക്കളയിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. കുഞ്ഞുണരുന്നോന്ന് നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പം അവിടെ കാവൽക്കാരായിട്ട് ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഹേ സർവേശ്വര, അങ്ങേക്ക് കാവൽക്കാരായിട്ട് നിന്ന ഇടയക്കുട്ടികൾ പയോധരാർദ്ധിനഃ അസ്യ കുമാരകസ്യ ലോലപദാംബുജാഹതം അനഹ വിപര്യഗാത്. അവരെന്തു പറഞ്ഞു എന്നാണ് പറഞ്ഞത്? മുല കിട്ടാഞ്ഞ് പിടയുന്ന ഈ കുഞ്ഞിൻ്റെ പിഞ്ചു കാലിട്ടടിച്ചപ്പോൾ ഈ വണ്ടി തകർന്ന് തരിപ്പണമായി എന്ന് ആ കാവൽക്കാരായിട്ട് നിന്ന ആ ഇടയക്കുട്ടികൾ പറഞ്ഞു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. എന്നിട്ട് അവർ ബാക്കി എന്തു പറഞ്ഞു? മയാ ദൃഷ്ടം ഇതി ജഗുഃ, ഞാൻ കണ്ടതാണ്, ഞാനും കണ്ടതാണ് എന്ന് അവർ പറയുന്നു. ഓരോ കുട്ടികളായിട്ട് പറയുകയാണ്, ഞാനും കണ്ടതാണ്. ഉണ്ണിക്കണ്ണൻ കാലിട്ടടിച്ച സമയത്ത് ആണിത് പൊട്ടിത്തെറിച്ചത്, ഞാനും കണ്ടു, അവൻ കാലിട്ട് മേപ്പോട്ടടിക്കുന്ന കണ്ടു, അപ്പോഴാണ് ഈ വണ്ടി പൊട്ടിത്തെറിച്ചത് എന്നിങ്ങനെ ഇടയക്കുട്ടികൾ പറഞ്ഞുവെന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. ഹേ ഈശ, തേ പാലക ബാലകാഃ പയോധരാർദ്ധിനഃ അസ്യ കുമാരകസ്യ ലോലപദാംബുജാഹതം അനഹ വിപര്യഗാത് മയാ ദൃഷ്ടം ഇതി ജഗുഃ. ഭട്ടതിരിപ്പാട് പറയുന്നു, വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഉണ്ണി കാലുയർത്തി തൊഴിച്ചുകൊണ്ട് പാലിനായിട്ട് കരഞ്ഞു. കാൽ കുടഞ്ഞ് കുഞ്ഞു കരഞ്ഞപ്പോൾ ശകടം കുഞ്ഞിൻ്റെ കാലിൽ തട്ടിയിട്ട് മറിഞ്ഞു വീഴുകയും അതുവഴി പൊടിഞ്ഞു പോവുകയും ചെയ്തു. ഇത് ഞാൻ കണ്ടു, ഞാനും കണ്ടു എന്നിങ്ങനെ
അങ്ങയെ സംരക്ഷിക്കുവാൻ നിയുക്തരായിട്ടിരുന്ന ബാലകർ പറഞ്ഞുവല്ലോ. കുമാരകസ്യാസ്യ പയോധരാർത്ഥിനഃ പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോവിപര്യഗാദിദീശ തേ ബാലക ബാലകാ ജഗുഃ.